എന്തോ ഉണ്ടാക്കുന്നതല്ലേ? ഒരാൾക്ക് ഇരട്ടയിൽ ഇളയ വെച്ചിട്ട് ഇഡ്ഡലിയാണ് ഇഷ്ടം. സൺഡേ മോർണിംഗ് സ്പെഷ്യൽ ആണല്ലേ? അതുകൊണ്ട് ആ ഇഡ്ഡലി ഇങ്ങനെ ഉണ്ടാക്കുന്നത്. ഇങ്ങനെ ഞാൻ ഒരാൾക്കായിട്ട് അവർക്ക് 2 പേർക്കും ആണെങ്കിൽ ഇങ്ങനെ ഒരാൾക്ക് വേണ്ടി ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. ഒരാൾക്ക് 2 പേർക്ക് കഴിക്കാം വേണമെങ്കിൽ ഇങ്ങനെ ഉണ്ടാക്കും. ഇഡലി കുട്ടതും അല്ല ചരുവത്തിനകത്തോട്ട് വെള്ളം വെച്ചിട്ട് ഒരു ഇഡ്ഡലി പാത്രം എടുക്കുമ്പോൾ തട്ടെടുത്ത് അതിനകത്തോട്ട് വെച്ച് തിളപ്പിച്ചിട്ട് ഇഡ്ഡലി ഉണ്ടാക്കാം. ഒരാൾക്ക് അന്നേരം ഇഡ്ഡലി, ബാക്കി എല്ലാവർക്കും ദോശയാണ് ഇഷ്ടം. അപ്പം മാവ് 2ആയിട്ട് ആട്ടി വെച്ചേക്ക്. ഇത് ഇഡ്ഡലിയുടെയും ഇഡലിക്കുട്ടൊക്കെ ദോശയുടെയും ഇങ്ങനെ ചട്ടിയിൽ മറ്റേ കുഴുത്തലയുള്ള ഇത് വെച്ചിട്ട് അരി ഊറ്റുന്ന കിഴുത്തുള്ള ഒരു എണ്ണം ഉണ്ടല്ലോ, അരി ഊറ്റിയൊക്കെ ഇടുന്ന ചോറൊക്കെ ഊറ്റി അത് എടുത്ത് വെള്ളം തിളപ്പിച്ച് വെച്ച് അതിന്റെ പുറത്ത് ഇത് വെച്ച് അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ഒരു ഇഡ്ഡലി പാത്രത്തിൽ ഇഡ്ഡലി അത് ഒരാൾക്ക് മതി ഇഡ്ഡലി. അപ്പോൾ ഒരു തട്ടിൽ 5-6 ചുട്ടാലേ ബാക്കി എല്ലാവർക്കും ദോശയാണ് ഇഷ്ടം. അപ്പോൾ അത് കഴിക്കാൻ വരുന്ന അനുസരിച്ചേ ചൂടത്തുള്ളൂ ഞാൻ. കറിയൊക്കെ അങ്ങ് ശരി. ഇതിപ്പോൾ സാമ്പാർ വെക്കാനായിട്ട് വെള്ളം വെച്ച് വയ്ക്കുക, പരിപ്പ് ഇടാനായിട്ട് വെള്ളം നല്ല ചൂടായി. ഇത് പിന്നെ കുറച്ച് ചോറ് വെച്ചത് അതിനി ഒന്ന് തിളപ്പിക്കുക. രാത്രി ചോറ് വെച്ചപ്പോൾ അത് തിളപ്പിച്ച് ഊറ്റി വെക്കാം. അത് രാത്രിയിൽ വെച്ച ചോറ് അതൊന്നുകൂടെ തിളപ്പിച്ച് ഞായറാഴ്ച ആയതുകൊണ്ട് ഇനിയിപ്പം കറികളും ഒക്കെ വെക്കണം. എന്തോ സ്പെഷ്യലായിട്ട് എന്തോ വെക്കുന്നത്? ഇന്ന് ഞായറാഴ്ച കൊണ്ട് എല്ലാവരും ഒക്കെ ഉറങ്ങുവാണ്. ഇനി എഴുന്നേറ്റിട്ട് സ്പെഷ്യലായിട്ടുള്ളതെല്ലാം വെക്കണം. അല്ലാതെ മീനൊക്കെ വെട്ടി വെച്ചിരിക്കുക കറി വെക്കാൻ. ഇനി സാമ്പാറും ഒന്ന് വെച്ച് ചമ്മന്തിയും കൂടെ അരയ്ക്കണം. ചമ്മന്തിയും സാമ്പാറും കൂട്ടി കഴിക്കുന്നത് നല്ലതാണ്. ഒഴിച്ച് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഒന്നിച്ചേ. അപ്പോൾ അത് അവർക്ക് അങ്ങനെയൊക്കെ കഴിക്കാൻ ഇഷ്ടമാണ്. പിന്നെ മുട്ട കാണിക്കണം. ഇത് മുട്ടയാണോ? മുട്ടയെ കവറിനകത്ത് ഇങ്ങനെ പാക്കറ്റായിട്ട് വാങ്ങിക്കൊണ്ട് വന്നതാണ്. അതിനെ അതിനകത്തുനിന്ന് പൊട്ടിച്ച് മാറ്റി വെള്ളത്തിലിട്ട് വെക്കണം, കഴുകി എടുക്കാനായിട്ട്. എന്നിട്ട് ഫ്രിഡ്ജിനകത്ത് കൊണ്ടുപോയി അടുക്കും. ഇങ്ങനെ സെറ്റായിട്ടോ? ഇങ്ങനെ സെറ്റായിട്ട് വാങ്ങിയാലേ തികയത്തുള്ളൂ. എപ്പോഴും ഓടിപ്പോയി വാങ്ങാനൊന്നും ഇവിടെ അടുത്ത് കടകളൊന്നുമില്ല. നമ്മൾ അതുകൊണ്ട് വാങ്ങിയിട്ട് നമ്മൾ കഴുകി നമുക്ക് പഴക്കം ചെല്ലാത്ത മുട്ട നമുക്ക് തരും ചെന്നാൽ. അന്നേരം വരുന്ന നല്ല ഫ്രഷ് മുട്ട. ഇത് വർഷങ്ങളായി മേടിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് അവരങ്ങനെ എടുത്ത് പാക്ക് ചെയ്ത് തരും. പിന്നെ എല്ലാം കഴുകി വൃത്തിയാക്കി നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിരുന്ന ഒരുപാട് നാൾ അവർക്ക് ആവശ്യത്തിന് ഉപയോഗിക്കാൻ കിട്ടും. കേടുപാടുകളൊന്നും കാണത്തില്ല. ഈ ചമ്മന്തി അരച്ച് ബാക്കിയുള്ളവർക്കുള്ള വരുന്ന അനുസരിച്ച് ചൂടോടെ ദോശ ശരിയാക്കി കൊടുക്കണം. ഇഡലിയൊക്കെ പുഴുങ്ങി മാറ്റി കഴിഞ്ഞാൽ ജോലി ചെയ്യാൻ എളുപ്പമുണ്ട് ഓരോരുത്തരുടെ. പിന്നെ ഇനി ചോറ് കുറച്ച് വെച്ച് ഇപ്പം എന്നോടന്നെ ചോറ് കുറച്ച് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പം കുറച്ച് ചോറും കൂടെ വെക്കണം. അത് കുറെ താമസിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ചായക്ക് വെള്ളം പാർവതി ചായ ഇനി അവർക്കുള്ള പാല് വേണം പിള്ളേർക്കേ. ഇതിൽ ആവി വരുന്നുണ്ട്. അത് ആവി ഒന്ന് വേവണം. ഒരു 15 മിനിറ്റ് എടുക്കും വേവാൻ. നല്ലോണം വേവാനായിട്ടേ. എന്നുവെച്ചാൽ ഇഡ്ഡലിയുടെ മാവ് അരി ഒരുപാട് അരയണ്ട. ദോശയുടെ കണക്ക് ഉഴുന്ന് നല്ലപോലെ അരയണം. ദോശക്കെന്ന് പറഞ്ഞാൽ രണ്ടും നല്ലപോലെ അരഞ്ഞാലേ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ദോശ ഇടാൻ പറ്റും. ഇഡ്ഡലിക്ക് ഇച്ചിരി ഉഴുന്ന് ഇച്ചിരി കൂടുതൽ ഇടണം. ദോശയ്ക്ക് പിന്നെ നമ്മൾ അതിനകത്ത് ചിലർ ചാക്കരിയും കൂടെ ഇട്ട് അത് ആട്ടിയെടുക്കും. ഞാൻ ചാക്കരി ഇടത്തില്ല. ഇച്ചിരി ഉഴുന്ന് അതിനും ഇച്ചിരി കൂടുതലായിട്ടിട്ട് ആട്ടിയെടുക്കുമ്പോഴത്തേന് സോഫ്റ്റായിട്ടുള്ള ദോശ കിട്ടും നമുക്ക്. എന്നിട്ട് പിന്നെ അത് ഒന്നിലും മായം ചേർക്കത്തില്ല. അതുകൊണ്ട് ഞാൻ പിന്നെ ഇതെല്ലാം എടുത്ത് വെച്ചേക്കോ. ചായ ചേർത്ത് ആ കൊച്ചിന് കൊടുക്കണം. ഇത് ദോശ എല്ലാം ഒരു
കറികൾ വെക്കണം. അത് കഴിഞ്ഞ് പിന്നെ അവസാനം പിന്നെ അരി പിന്നെ ചോറ് താമസിച്ച് വെച്ചാൽ മതി. കുറെ ചോറ് ഇരിപ്പുണ്ട്. ഇതാണ് രാവിലത്തെ പരിപാടികൾ. ഇനിയിപ്പൊ ചായ ചേർക്കുന്ന സാമ്പാറിന് പരിപ്പിടാൻ പോകാം. പരിപ്പ് അങ്ങനെയാണ് മമ്മി സാധനം സ്റ്റോർ ചെയ്യുന്നത്. അത് നമ്മൾ പിന്നെ കാണിക്കേ. ഇത് ഉള്ളി, ചെറിയ ഉള്ളി, വലിയ ഉള്ളി അല്ല. ഇത് കിഴുത്തേ ഉള്ളതുകൊണ്ട് കാറ്റ് കയറി. പിന്നെ എല്ലാം ബക്കറ്റുകളിലൊക്കെ ഇട്ട് വെക്കും. കഴുകാനോ പരിപ്പ് ഇത്ര മതി, കുറച്ച് മതി. സാമ്പാർ ഒരു ദിവസത്തേനെ ഉപയോഗിക്കത്തുള്ളൂ. സാമ്പാറൊക്കെ ദോശയ്ക്ക് അവർക്ക് ചോറിനൊന്നും അങ്ങനെ സാമ്പാറൊന്നും വേണ്ട. പിന്നെ ഞാന് വലിയ മോളൊക്കെ കഴിക്കുന്നു. പിന്നെ ഈ സാമ്പാറെന്ന് പറയുന്ന ദോശയ്ക്കും ഇഡ്ഡലിക്കും ഒക്കെ അവർ കഴിക്കത്തുള്ളൂ. അതുകൊണ്ട് അത് കാപ്പിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരു ശകലം അങ്ങനെ വെക്കത്തുള്ളൂ. ഒരുപാട് അങ്ങ് ഇട്ട് വെച്ചിട്ട് അവർ കഴിക്കത്തില്ല. പിന്നെ വെറുതെ സാധനങ്ങൾ വേസ്റ്റ് ആക്കണ്ട, ആവശ്യത്തിനേ വെക്കും. പിന്നെ കുറച്ചേ കാണും ബാക്കി. അത് ഞാനും മോളും കൂടെ ചോറിനൊക്കെ കഴിക്കും. സാമ്പാറിനുള്ള പരിപ്പ് ഇതിനൊരു തവി മതി ഒരു ദോശയ്ക്ക്. ഒരു ഇഡ്ഡലിക്ക് ഇതിനൊരു തവി മതി. നമുക്ക് മാവ് അളന്നെടുക്കാം. കൃത്യമായിട്ട് തവി. ഈ കുഴുത്തയുള്ള തവിയെ നമുക്ക് സാമ്പാർ പോരാൻ മോര് ഓരോന്നിനും ഉണ്ട് തവി. ഒരുപാടുണ്ട് ഓരോ. നമ്മൾ മീനിനകത്ത് ഇടുന്ന തവി എടുത്ത് വേറെ ഒന്നിലും ഇട്ട് കറിയൊന്നും അങ്ങനെ വെക്കരുത്. സ്പൂണൊക്കെ ഓരോന്നിനും സാമ്പാറിന് ഇതാല്ലേ. ഇനി നമ്മളിത് ഇപ്പം തിളച്ചങ്ങ് പൊന്തും. അത് പൊന്താതിരിക്കാൻ വേണ്ടി എന്തുവാ പരിപ്പ് വെക്കുമ്പോ ഉപ്പങ്ങിടണം. ഉപ്പിട്ട് പിന്നെ പച്ചക്കറി ഇടുമ്പോൾ അധികം വേണ്ടി ഉപ്പ് വേണ്ട. തിളച്ചൊക്കെ കഴിയുമ്പോൾ ഉപ്പുണ്ടോ എന്ന് നോക്കിയിട്ട് ശകലം ചേർത്താൽ മതി. ശകലം മഞ്ഞപ്പൊടിയും ഇട്ട് ഇത്തിരി മഞ്ഞപ്പൊടിയും പിന്നീട് മറ്റേ അരപ്പിൻ്റെ കൂടെ ശകലം കൂടെ ചേർത്താൽ മതി. സാമ്പാറിന് ഇച്ചിരി മഞ്ഞപ്പൊടി കൂടുതൽ വേണം. ഇത് ഇത്രയും ചേർത്ത് ഇനി ഇച്ചിരി എണ്ണ ഒഴിക്കണം. ഇതിങ്ങനെ തിളച്ച് പൊന്താതിരിക്കാം. വേഗം അങ്ങ് വേവിയും ചെയ്യും. അന്നേരം ഇതൊക്കെ ഇതൊന്ന് തിളച്ച് കഴിയുമ്പോൾ ഞാൻ അമരക്കയും ചെറിയ ഉള്ളിയും കൂടെ ഇടും. പിന്നെ സവാള കഷ്ണത്തിൻ്റെ കൂടെ ഇടത്തുള്ളൂ. അപ്പോൾ ചേർത്തോളൂ. ഇനി അതങ്ങ് വെന്തോളൂ കടന്ന്. പിന്നെ 2 വറ്റൽമുളകും കൂടെ അതിനകത്തോട്ടങ്ങ് ഇടണം. അത് പെട്ടെന്ന് വേവും. പരിപ്പ് വെന്ത് കഴിയുമ്പോൾ തന്നെ ഇനി അത് ഒരു പകുതി വേവാകുമ്പം മതി. ചെറിയ ഉള്ളിയും അമരക്കയും കൂടെ ഇടും. അത് രണ്ടും ഇച്ചിരി വേവുള്ള. പിന്നെ ചേനയൊക്കെ ഇടണമെങ്കിൽ അന്നേരം ഇടണം. ഈ പരിപ്പിൻ്റെ കൂടെ ഇടണം. ഓരോന്നിനും രീതികളുണ്ട്. സാമ്പാറിന് രീതികളുണ്ട് വെക്കുന്നതിന്. എല്ലാ ഭക്ഷണവും ഒരുപോലെ അല്ല വേവുന്നത്. ചേനയ്ക്കും അമരയ്ക്ക, ചേന, പിന്നെ ചെറിയ ഉള്ളിയൊക്കെ ഇച്ചിരി വേവുള്ളത്. അപ്പൊ ഇതിന്റെ കൂടെ ഇട്ടാ വേവിക്കുന്നത്. പിന്നെ ബാക്കിയുള്ള നമുക്ക് കഷ്ണങ്ങളെല്ലാം ഇത് ഒരു പരിപ്പ് വെന്ത് കഴിഞ്ഞിട്ട് നമ്മളത് ഇടുക. അത്രയ്ക്കുള്ള വേവേ ഉള്ളൂ. വെന്തങ്ങ് അളിഞ്ഞു പോകരുത്. ഉരുളൻ കിഴങ്ങ്, സവാള, പിന്നെ അതിനകത്ത് അച്ചിങ്ങ പോലുള്ള സാധനങ്ങൾ, വെള്ളരിക്ക ഇടാം. പിന്നെ കുമ്പളങ്ങ. ഇത് ഇപ്പം മലക്കറിക്കകത്തൊന്നും അങ്ങനെ തരുന്നുമില്ലല്ലോ വാങ്ങിച്ച്. മറ്റേത് അങ്ങനെ അടുക്കടുക്കായിട്ടുള്ള സാധനങ്ങളുണ്ട്. പിന്നെ ഇതിങ്ങനെ ഇച്ചിരി ഒന്ന് തവിയിട്ട് അരച്ചു വെക്കും. അല്ലെങ്കിൽ അത് വെളിയിലോട്ട് പോകണ്ട, കനലായി പോകണ്ട. ഇങ്ങനെ ഇച്ചിരി തുറന്നു വെച്ചേക്കാം. അപ്പൊ ഈ
പരിപ്പൊക്കെ തിളച്ചേ വെളിയിലോട്ട് പോകത്തില്ല. പിന്നെ ഇതിപ്പം ഫ്ലെയിം കൂടുതലായിട്ടിരിക്കുന്ന ഒരടുപ്പാണ്. അപ്പോൾ അത് ഇച്ചിരിയും കൂടെ കുറച്ച് ഇനി ആ പരിപാടിയിൽ ഇത് വേവുമ്പോഴത്തേന് അടുത്തത് ഇടാനായിട്ടുള്ളതെല്ലാം അരിഞ്ഞ് വെക്കാം. അരിഞ്ഞൊക്കെ ഇടാം. പിന്നെ എടുത്ത് വേറെ വെക്കണം. അതുകൊണ്ട് ഞാനിത് എടുത്തതിൻ്റെ ബാക്കിയാണ്. അതുകൊണ്ട് നമ്മൾ വേറെ പാത്രത്തിൽ വെച്ചേക്കണം. വേറെ പാട്ടയാണ്. പാട്ടയിലോട്ട് അങ്ങ് എടുത്ത് വെക്കാം. ഇങ്ങനെ അങ്ങ് വെക്കും നമ്മൾ. അന്നേരം ഇനി പരിപ്പ് വേണമെങ്കിൽ ഇതിൽ നിന്ന് എടുക്കും. മനസ്സിലായോ? അത് വെക്കാനായിട്ട് അവിടെ വെക്കും നമ്മൾ. പിന്നെ എടുത്ത് വെക്കാം. ഓതും കട്ടും ജോലിയൊക്കെ ഞാൻ അവിടെ നിന്ന് വേവുണ്ടാവില്ല. അരി വേവുവാണെങ്കിൽ ഒന്ന് നിർത്തിയാൽ അരി തിളക്കുന്നുണ്ടോ? തിളയ്ക്കുന്നു. അരി മൊത്തമായിട്ടും തിളച്ചില്ല, ഇങ്ങനെ തിളയ്ക്കാനാവുന്നു. ഓഫ് ചെയ്യട്ടെ? എന്നിട്ട് ആ പാൽപ്പൊടി കപ്പിലിട്ട് ഇട്ടിട്ട് ഈ തേയിലയുടെ വെള്ളം ഇങ്ങനെ ഒഴിച്ചാറ്റണം. പിന്നെ പഞ്ചസാര വേണ്ടുന്നവർക്ക് ഇടാനാ കപ്പിനകത്ത് ഇട്ട് വെച്ചേക്കുന്നത്. പഞ്ചസാര എനിക്ക് പഞ്ചസാര വേണം. പാർവതിക്കും മമ്മിക്കും എനിക്കും ഉള്ള കപ്പാണ്. ഞാൻ ഇനി അരിപ്പൊന്നും കൂടെ മന്ദാരിയുമല്ല. അപ്പൊ അനിയത്തിമാർ രണ്ടുപേരും ചായ കുടിക്കത്തില്ല, അവർക്ക് പാലാണ്. അപ്പൊ അതിന് വെള്ളം കെറ്റിൽ വെച്ചിട്ടുണ്ട് ഓൾറെഡി. കണ്ടോ, കെറ്റിൽ ഓൺ ചെയ്ത് വെള്ളം വെച്ചിട്ടുണ്ട്. കലക്കി വെക്കാം ഇതിലല്ലേ? കലക്കി പിന്നെ പാല് കലക്കാനുള്ളത് അതിനകത്ത് അവർക്ക് ഞാൻ പാൽപ്പൊടി കലക്കി വെക്കും. കലക്കി വെച്ചിട്ട് അവർ വരുമ്പോഴത്തേന് ഈ ഹോർലിക്സും ബൂസ്റ്റും ഇടാൻ ഒരു ശകലം ചൂടുവെള്ളം വേറെ ഒരു ഗ്ലാസ്സിലെടുത്തിട്ടേ അതിലോട്ട് ഇത് ഇച്ചിരി കലക്കിയിട്ട് അന്നേരം കലക്കി ഒഴിക്കും. കട്ടയായിട്ട് പോകും. അല്ലെങ്കിൽ അവർക്ക് രണ്ടിൻ്റെയും പാലിൻ്റെ കലക്കാൻ. അപ്പം ഇനി വെള്ളം തിളച്ചത് ഇത് നമ്മൾ ചായ ഊറ്റുക. ഒന്നും കൂടെ ഒന്ന് ഊറ്റുക. ഊറ്റിക്കൊണ്ടേ വന്നതാ. അന്നേരം ഇനി ഒന്നും കൂടെ ഇനി അതിൻ്റെ അടിക്ക് കിടപ്പുണ്ടെങ്കിൽ നമ്മളൊന്നും കൂടെ അത് അരിക്കാൻ തേയില ഇപ്പോൾ തേയില ക്ലിയറാണ്. ഓരോന്നിനും ഓരോ അരിപ്പുണ്ട് പാലരിക്കാൻ. ഇത് ഇനിയിപ്പം ഇതിനകത്തോട്ട് ഒഴിക്കും പഞ്ചസാര ഇട്ട്. അതിൻ്റെ മൂക്ക് പാക വേണം. സ്പൂണെടുക്കുക. ഇതാണ് മമ്മി സ്പൂണൊക്കെ ഇങ്ങനെ ഒരു സംഭവത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി മേശയുടെ മേളിൽ സ്പൂൺ വേണമെങ്കിൽ അതിനു വേണ്ടി ഇവിടെയും അടുക്കളയ്ക്ക് സ്പൂൺ വേണമെങ്കിൽ അവിടെയും ഇട്ടിട്ടുണ്ട്. കാരണം അതൊരു എളുപ്പമാവും. അന്നേരം ഒരാൾക്കൊരു സ്പൂൺ എടുക്കാൻ നടക്കണ്ട. കുറെ ഗ്ലാസ് എല്ലാം നല്ലത് അടുക്കുക. ഇത് ചായ കലക്കി. ഇനി ചായ 6 ചായ 2 പേർക്ക് 2 കപ്പിൽ. മക്കൾക്ക് 2-ന് 2 കപ്പിൽ പാല്. അത് അവർ വരുമ്പോഴേ ഒഴിച്ചു കൊടുക്കത്തുള്ളൂ. അത് ഞാൻ തന്നെ ഒഴിച്ചു കൊടുക്കണം. അല്ലെങ്കിൽ പിന്നെ വലിയ പ്രശ്നം. ആര് കൊടുത്താലും പ്രശ്നങ്ങളാണ്. അതുകൊണ്ട് ഞാൻ കൊടുത്തത് ഒരാൾ കണ്ടില്ലെങ്കിൽ പോലും അറിയും. അമ്മയല്ലേ ഇന്ന് പാലൊഴിച്ച് കൊടുത്തതെന്ന് ചോദിക്കും. എനിക്കെന്താ ഒഴിച്ചു തരാഞ്ഞേ, എന്നെ നോക്കാഞ്ഞേ എന്താ എന്നൊക്കെ ആ ചോദ്യം. ഇതിലോട്ട് ഒഴിക്കാം.
അവർക്കും പൂച്ചയ്ക്കും കൂടാ കലക്കുന്നതേ. ഇവര് പാല് കുടിക്കുമ്പോ അതിനറിയാം, അത് കരയും, അതിനും കൂടെ കൊടുക്കും. നമുക്കൊരു ഡോഗുണ്ട്, പാല് ഇവര് പോയി കഴിഞ്ഞിട്ടൊക്കെ കോളേജിൽ പോയി കഴിഞ്ഞാൽ ഞാൻ ഒഴിച്ചൊക്കെ കൊടുത്ത് ഇഡ്ഡലിയും ദോശയൊക്കെ കൊടുക്കുന്നത്. പൂച്ചയ്ക്ക് ഇഡ്ഡലിയും ദോശയൊക്കെ ഒരു ഇഡ്ഡലിയൊക്കെ തിന്നുമതി. ഒരു ഇഡ്ഡലിയാണെങ്കിൽ ഒന്ന് ദോശയാണെങ്കിൽ ഇക്കൂലും ദോശയും ചമ്മന്തിയും കൂടെ പിറക്കി കൊടുക്കത്തില്ല. കാരണം അവന് തേങ്ങ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് തേങ്ങ തിരുവുമ്പോൾ ഇരുന്ന് അവിടെ ഇരുന്നോണ്ട് പോകും തേങ്ങയ്ക്ക്. അപ്പോൾ നമ്മൾ അവർക്ക് അധികം മധുരം വേണ്ട, പാലിനൊന്നും മധുരം അങ്ങനെ ഒരുപാടൊന്നും കഴിക്കത്തില്ല, ഇച്ചിരിയേ കഴിക്കും. അതുകൊണ്ട് മധുരം ഞാൻ വളരെ കുറച്ചേ ഇടത്തുള്ളൂ. ബൂസ്റ്റൊക്കെ ഇടുമ്പോഴത്തേനേ നമുക്ക് മധുരം ഒട്ടും വേണ്ട, ഇത്രയും മതി. ഇത് തന്നെ ഇച്ചിരി കൂടുതലാണ് ഇട്ടേക്കുന്നത്. ഞാൻ പിന്നെ പഞ്ചസാരയും പാൽപ്പൊടിയും ഇവിടെ തന്നെ രാവിലെ ആകുമ്പോൾ കൊണ്ടുകൊടുക്കും. കാരണം പിന്നീട് ആവശ്യം വരും, പിന്നെ അങ്ങോട്ട് പോകും. അതുകൊണ്ടാണ് രാവിലത്തെ ചായയും പാലും ഒക്കെ ആയി, പിള്ളേർക്കുള്ള പാലും. മന്ദാരിക്ക് രാത്രി കൊച്ചിന് പെട്ടെന്ന് പനിയായിരുന്നു. അവിടെ നിന്ന് ഡിസ്ട്രിക്റ്റിൽ നിന്നപ്പോൾ അവിടെ ഡോക്ടറെ കാണിച്ചു. അപ്പം ഒരു പിന്നെ ഒന്നും ടെസ്റ്റ് ചെയ്ത് നോക്കാതെ മരുന്ന് കൊടുത്തു. അതും കഴിച്ച് ഇവിടെ വന്നപ്പോഴത്തേന് ഇവിടെ വന്ന് സന്ധ്യ കഴിഞ്ഞപ്പോഴത്തേന് അന്നേരം കുറഞ്ഞൊക്കെ ഇരുന്നത് പിന്നെ അങ്ങ് കൂടി. ചൂട് അങ്ങ് കൂടി, കൊച്ചിന് നല്ല പനിയായി ക്ഷീണമെന്ന് തോന്നി. അപ്പോഴത്തേന് ഞാൻ പറഞ്ഞു ഇനിയിപ്പോൾ ഇവിടെ വെച്ചോണ്ടിരിക്കണ്ട, നമ്മൾ കിംസിലാണ് സ്ഥിരം മരുന്ന് മേടിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട, നമുക്ക് ഉടനെ തന്നെ കൊണ്ടുപോകണം, ഇപ്പോഴത്തെ പനിയൊക്കെ ഇല്ലയോ, കൊച്ചുങ്ങളൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കണ്ടായോ. അപ്പം പിന്നെ അവർക്ക് പരീക്ഷയും കൂടെയാണ് നാളെ. അതിന് വേണ്ടിയിട്ടായതുകൊണ്ട് പിന്നെ പഠിക്കാനൊക്കെ ഉള്ളതുകൊണ്ട് അതെല്ലാം തടസ്സപ്പെടും. ആ കൊച്ചിന് അങ്ങനെ അങ്ങ് വിഷമമായി. ഞങ്ങൾ പിന്നെ രാത്രി ഒരു 9:30 ആയപ്പോഴത്തേനും ഇവിടുന്ന് പെട്ടെന്ന് തന്നെ ഒരുങ്ങി ഹോസ്പിറ്റലിൽ കാഷ്വാലിറ്റി കാണിച്ച് ഡോക്ടർ പരിശോധിച്ച് യൂറിനറി ഇൻഫെക്ഷൻ ആണോ എന്ന് നോക്കാൻ വേണ്ടി ടെസ്റ്റ് ചെയ്ത് അന്നേരം പസൽസ് ഉണ്ട്. നോക്കി റിസൾട്ട് 2 മണിക്കൂർ കഴിഞ്ഞ് വന്നു. അപ്പോഴത്തേന് വയറിന് ഗ്യാസ് കയറി തങ്ങി, ഇതിന് ഗ്യാസ് വരും. അതുകൊണ്ട് ചെറിയൊരു ജലദോഷവും ഉണ്ട്, പിന്നെ ഒരു ചെറിയ ജലദോഷവും ഒരു തുമ്മലും വന്നു. അങ്ങനെ ഡോക്ടർ പറഞ്ഞു ഒരു ഇഞ്ചക്ഷൻ, പാൻറ്റോപ്പിൻ്റെ ഒരു ഇഞ്ചക്ഷൻ കൊടുത്തവർ. അത് കഴിഞ്ഞിട്ട് അവിടെ ഇരുത്തി 2 മണിക്കൂറായപ്പോൾ ടെസ്റ്റിൻ്റെ റിസൾട്ട് വന്നു. അത് വാങ്ങി നോക്കിയപ്പം പസൽസ് ഉണ്ട്. അപ്പം മരുന്ന് കഴിക്കത്തക്കണോ ഇല്ല, വെള്ളം കുടിച്ചങ്ങ് മാറ്റാം. ജലദോഷത്തിൻ്റെ മരുന്ന് ആൻറ്റിബയോട്ടിക് സെഫിക്സിനും ഞങ്ങൾക്ക് തന്നു. അങ്ങനെ ഞങ്ങൾ പിന്നെ ഇവിടെ വന്നപ്പോൾ 12:30 മണി. 12 കഴിഞ്ഞ് ഒരു മണിക്കകത്ത് വന്ന് പിന്നെ മെഡിസിനൊക്കെ കൊടുത്ത് കിടത്തി ഉറങ്ങിയേക്കുക. അപ്പം മേളിലതുകൊണ്ട് കൊണ്ടുപോയില്ല, താഴെ അന്നേരം പോയപ്പോഴത്തേന് പുള്ളിക്കാരിക്ക് എൻ്റെ അടുത്ത് തന്നെ കിടക്കണം, ഞാൻ നോക്കണം. അപ്പോഴത്തേന് കാണാം താഴെ മേളത്തെ നില ഈ പാറവും ഇരട്ടയിൽ അവക്കളെ ഇളയതും കൂടെ മേളിൽ കിടന്നു. താഴെ പുള്ളിക്കാരി വന്ന് ചേട്ടത്തിയുടെ കൂടെ താഴെ കട്ടിലിൽ കിടപ്പായി. അവിടെ കിടന്നപ്പോൾ ഉറക്കം നിൽക്കും. ഒരാഴ്ച ഉറക്കമില്ലാതെ ഇങ്ങനെ കോളേജിൽ പോകുന്നതുകൊണ്ടേ ഭയങ്കര ഞായറാഴ്ചയുടെ അന്നാ കുറേ നേരമെങ്കിലും ഒന്ന് ഉറങ്ങി ഫ്രഷായി വരുന്നത്. ഇന്നിപ്പോ പനിയും കൂടെ ഉള്ളതുകൊണ്ട് അവർക്ക് കുറച്ചു നേരം കൂടെ ഉറങ്ങിയിട്ടൊക്കെ ആയിരുന്നേക്കെ. മറ്റവർ 2 പേരും മേളിൽ ഇരുന്ന് പഠിക്കുക ഏതാണ്ട് ചെയ്യുക. അപ്പം ഇനി അവർക്ക് 2നും ചായ, പാല് ഇതെല്ലാം ഒരാൾ കഴിച്ചില്ലെങ്കിൽ ആരും ഇല്ല കഴിക്കത്തില്ല. അതിന് വേണ്ടി എല്ലാം തയ്യാറാക്കിയൊക്കെ വെച്ച്. പിന്നെ ഇതൊക്കെയാണ് രാവിലത്തെ വിശേഷം. ഇനിയിപ്പം മമ്മിക്ക് ചമ്മന്തി അരയ്ക്കണം, സാമ്പാറിന് കഷ്ണം അരിയണം അല്ലേ? അരിഞ്ഞ് അതിനകത്തൊക്കെ ഇപ്പം എന്താ വീണെന്നോ? ചക്ക ഇരിക്കുന്നു ഗൈസ്. ചക്ക ഇതുവരെ വെട്ടാൻ പറ്റിയില്ല.
അതെന്ന് വെച്ചാൽ അത് പഴുത്തിട്ട് എടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടോ, പിള്ളേർക്ക് പഴുത്തത് വേണമെന്ന് പറഞ്ഞിട്ട് പഴിപ്പിക്കാൻ വെച്ചേക്ക്. വരിക്കൻ ചക്കയാ അവർ വാങ്ങിച്ചോണ്ട് വന്നാ പിള്ളേർ. അപ്പം അങ്ങനെ എല്ലാം ഒഴിഞ്ഞതെടുത്ത് എല്ലാം തീർന്നത് വെള്ളം ഒഴിച്ച് വെച്ചേക്കുക. കാരണം വെള്ളം ഒഴിച്ച് വെച്ചാലേ അത് കഴുകി വൃത്തിയാക്കി വെക്കുവാണെങ്കിൽ നമുക്ക് ചില സാധനങ്ങളൊക്കെ അത്യാവശ്യം ഉണ്ടെങ്കിൽ ഇട്ട് വെക്കുകയോ ആവശ്യത്തിന് എടുക്കുകയോ ഒക്കെ ചെയ്യാം. അതുകൊണ്ട് ഞാൻ പിന്നെ അതെല്ലാം ശരിയാക്കി വെച്ചേക്കും. ഇനി അപ്പം ഇതൊക്കെയാണ് അടുപ്പ്. ഉപ്പിടലി പുഴുങ്ങിയത് ഓപ്പൺ ചെയ്തു. നമ്മൾ ഇഡലി പുഴുങ്ങിയത് ഉണ്ടോ, നമ്മൾ ഇഡലി പാത്രത്തിനേക്കാളും സൂപ്പറായിട്ട് പുഴുങ്ങും. നല്ല സ്പോഞ്ച് പോലെ ഇരിക്കുക സംഭവം. തൊട്ട് കഴിഞ്ഞാൽ നല്ല സ്പോഞ്ചാ, അങ്ങനെ ഇരിക്കുക. ഇതാണ് ഗൈസ് ഇഡലി, ആവി വറക്കുന്ന ഇഡലി. ഇതാണ് ഇന്നലെ പനിയായിട്ട് അവളൊരു വഴിയായിരിക്കുക, അതിൻ്റെ ക്ഷീണത്തിൽ ഇരിക്കുക. പാലും ബിസ്ക്കറ്റും കഴിക്കുക. ചായയാണോ അത് പാലാണോ? കുഞ്ഞോ കഴിക്കുന്നത്. ജിക്കു രാവിലെ തന്നെ ലാൻഡ് ചെയ്തിട്ടുണ്ട്. പൊട്ടും തൊട്ട് കവളി കുത്തു ഇട്ട്. വാ പാർവതി, ഇറങ്ങി വാ. നീ ചൂടാക്കുന്നില്ല ചായ? അതേ മന്ദാരി രാവിലെ എണീറ്റ് ബിസ്ക്കറ്റും ചായ അവര് എന്റെ മക്കളെ ഒന്നും കാണാതെ ചേച്ചി വിഷമിച്ച്. പാറക്കുട്ടി ഉറങ്ങിയില്ലേ? നിങ്ങൾ എല്ലാരും കൂടെ കുഞ്ഞുമാവെ ഒറ്റപ്പെട്ടിക്ക് ഇട്ടിട്ട് പോയില്ലേ? പാവപ്പെട്ട വലിയേശേ ഉള്ളു കുഞ്ഞാവെ നോക്ക്. ഓ എന്നാ കൊറയാനാ പോലെ അവിടെ അവൻ നടക്കുന്ന കാര്യം. ഈ 2 ബിസ്ക്കറ്റ് കഴിച്ചിട്ട് വേണം മറ്റേ ബിസ്ക്കറ്റ് പൊട്ടിക്കണോന്ന് വന്നായിരിക്കും ആലോചിച്ച്. ഇന്നലെ ഹോസ്പിറ്റലിൽ പോയ വക മമ്മിക്കുള്ള ഗിഫ്റ്റ് എല്ലാവരുടെയും തുണി ഇതെല്ലാം ഇനി വാഷിംഗ് മെഷീനിൽ ഇടണം കഴുകാൻ. അവന് ബിസ്ക്കറ്റ് കൊടുക്കാൻ. അയ്യോ ഇതാരാ, പട്ടിക്കുട്ടിയാണോ? ഓടെ സൗന്ദര്യം തുളുമ്പുന്നടേ. ഇനിയിപ്പോ ഇവന്റെ ഫാൻസ് ആയിരിക്കും എല്ലാരും. ഇവനെ മതിയല്ലോ എല്ലാവർക്കും. പട്ടിക്കുട്ടിയാണോ അവിടെ മോനെ? പാപ്പൻ തിന്നുവാണോ? ആ അമ്മയുടെ കയ്യിൽ നിന്ന് ബിസ്ക്കറ്റ് വാങ്ങിച്ചിരുന്നു. സൈഡിൽ നിന്നെല്ലാം കഴിച്ചോളൂ, പ്രത്യേകമായിട്ട് അങ്ങനെ കൊടുക്കണ്ടല്ല. രാവിലെ നിങ്ങളുടെ അടുത്തൊക്കെ വന്ന് നിൽക്കുക. നിങ്ങൾ കഴിക്കുന്ന പാപ്പമല്ല അവന് കൊടുത്തിട്ട് നിങ്ങൾ കഴിക്കുന്നതിനെ കുറിച്ച് ആലോചിച്ചാ മതി. അവൻ തീരുമാനിക്കും. കണ്ട മമ്മിയുടെ മറ്റൊരു മുഖം കണ്ടോ? ഞാൻ പറഞ്ഞില്ലേ മറ്റൊരു മുഖം മമ്മിക്കുണ്ട്. മന്ദാരിക്ക് മമ്മി മരുന്ന് അതുകൊണ്ട് ഞാൻ എന്തോ കുറച്ച് കട്ടി. നിങ്ങളെല്ലാം വഴക്കിട്ടാ ജിക്കു ഇപ്പൊ കരയും. എന്തൊക്കെയാ ഈ സാമ്പാറിന് വേണ്ടുന്ന വെജിറ്റബിൾസ് ഒക്കെ? അമരക്ക, ചെറിയ ഉള്ളി, വലിയ ഉള്ളി. അമരക്ക പോയതാണോ? അമരക്ക പോയതല്ല, അത് അവര് തന്ന കളറാ. ഈ കടയിലൊക്കെ ഇരുന്ന് കറക്കുന്നത്. ഓ അതിന്റെ ഇതാണ് സംഭവം. കുഴപ്പമൊന്നുമില്ല. കറുത്താല് ഇരുത്തായി നമ്മള് വില കൊടുത്ത് മേടിച്ചിട്ട് എല്ലാ പച്ചക്കറിക്കും ഭയങ്കര വിലയാണ്. ഞാൻ പിന്നെ അതിന് അവര് ഇട്ട മലക്കറിക്കകത്തുനിന്നുള്ളതായത്. നമ്മള് കിറ്റ് വാങ്ങിയതിനകത്തുനിന്നുള്ളതാണ്. അപ്പൊ ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് വെക്കുമല്ലേ?
അത് വേറെ വേറെ എല്ലാം പൊതിഞ്ഞ് ഓരോ കവറിലാണ് വെക്കുന്നത്. അത് തന്നെ ഇപ്പം ഇന്ന് ഇച്ചിരി സാമ്പാർ മതി. അതിപ്പോൾ സാമ്പാർ ഇതിപ്പം ഇതിനകത്ത് ഇടാൻ ഇച്ചിരി ചെറിയ ഉള്ളിയും കൂടെ പച്ചമുളകും പരിപ്പ് പകുതി വേവിച്ച് വെച്ചേക്കുക. ഇത് വലിയ എരിയുള്ളതാണ് പച്ചമുളക്. സാമ്പാറിന് വലുതായതുകൊണ്ട് 2 എണ്ണം മതി. എരി ഭയങ്കര പിള്ളേർക്ക് വേണ്ട, അത് മതി. കവറിലെല്ലാം മൂട് ഇറത്തൊക്കെ വെക്കുന്നതായിരുന്നു. അവിടെ ഇരിക്കട്ടെ. ഇത് ഞാൻ ഇന്നത്തെ സാമ്പാറിന് എല്ലാം കൂടെ ഒക്കെ എടുത്തു വെച്ചു. ഇനിയിപ്പോൾ ഇന്ന് വാങ്ങണം മലക്കറി, വേറെ മേടിക്കാം. ഇത് കണ്ടോ, ഇതെല്ലാം നമ്മൾ കഴുകി ഒന്ന് തോത്തി വെച്ചതാ അന്ന് കൊണ്ടുവന്നപ്പോഴേ. ഞാൻ ഇനി ഇത് കഷ്ണം ഇത്രയും മതി, ഇത്ര ഉള്ളു, അതിട്ടാ മതി. വെളുത്തുള്ളി ഓൾറെഡി പരിപ്പിലിട്ട് വേവിച്ചിട്ടുണ്ട്. ഗ്യാസ് പരിപ്പ് ഇട്ട കറികളല്ലേ, അപ്പൊ അമ്മ ഗ്യാസ് ഉണ്ടാവണ്ട. അതിനാ വെളുത്തുള്ളിയും കൂടെ 2 ഇടുന്നതാണ്. ചെറിയ ഉള്ളി കുറച്ച് വേണം. അവര് തന്നെ പാൽപ്പൊടി പറയാൻ തീരില്ല. ഇങ്ങനെ ചെറിയ ഉള്ളിയെല്ലാം കുറെ എണ്ണം വേണമല്ലോ. ഒരുപാടൊന്നും വേണ്ട, സവാള ഉള്ളിയും കൂടെ ഇടുന്നുണ്ടല്ലോ. ഉപ്പി വാങ്ങിക്കണം. അതിന് ഒരു ദിവസം തേനയൊക്കെ മേടിച്ച് വെക്കണം. ചേന ഉള്ളി അമരക്കയും കൂടെ ഇട്ട് പരിപ്പിൻ്റെ കൂടെ പരിപ്പൊക്കെ ഒന്ന് തിളച്ച് കഴിഞ്ഞ് അങ്ങോട്ട് ഇട്ട് വേവിക്കണം. ഓരോ അടുക്കടുക്കായിട്ടാണ് കഷ്ണങ്ങൾ ഇടുന്നത്. വേവ് കൂടിയ കഷ്ണങ്ങൾ ആദ്യം ഇടും. അത് വെന്ത് വരുമ്പോഴത്തേന് വേവ് കുറഞ്ഞ കഷ്ണങ്ങൾ ഇടും. അങ്ങനെ സാമ്പാറൊക്കെ മനസ്സിലായോ? ഇങ്ങനെ നേരെ തന്നെ ഇടണമല്ലോ, അരിയേണ്ട ആവശ്യമില്ല. ഇങ്ങനെ മുഴുവനെ കിട്ടാൽ മതി. സാമ്പാറിന്റെ കഷ്ണങ്ങൾ വലുതായിട്ടാ മുറിച്ചിടുന്നത്. കാരണമുണ്ട് അതിനകത്ത്. ചെറുതായിട്ട് മുറിച്ചിടുമ്പോഴത്തേന് അതിന്റെ വിറ്റാമിനൊക്കെ അതങ്ങ് പോകും. ഒത്തിരി വേവ് വെന്ത് വരുമ്പോഴത്തേന് അങ്ങ് അലിഞ്ഞു പോകത്തില്ല. കഷ്ണമായിട്ട് കിടക്കുമ്പോൾ അതിനകത്ത് തങ്ങി നിൽക്കും. വിറ്റാമിനൊക്കെ ഇങ്ങനെ കിടന്ന് ഇല്ല, വിറ്റാമിൻ അല്ലെങ്കിൽ നഷ്ടം. വലുതായിട്ട് ഇടണം കഷ്ണം. ഞാനിപ്പോൾ ഇത്ര ഇടുന്നുണ്ട്, 5-6 അമരയ്ക്ക്. കുറച്ച് സാമ്പാർ മതി. അവർക്ക് ഈ ഇഡ്ഡലി കഴിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഉള്ളത് മതി. ഒരുപാട് സാമ്പാറൊന്നും ചോറിൻ്റെ കൂടെ ഒക്കെ സാമ്പാർ അത് കഴിക്കത്തില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഇനി പരിപ്പൊന്ന് വേവട്ടെ. ഇച്ചിരി വെള്ളം കൂടെ ഒഴിക്കട്ടെ പരിപ്പിനെ. ബാത്റൂമിൽ അങ്ങനെ വെള്ളം പോന്നു നോക്കണം. കണ്ടോ, ഇനി ആദ്യം ഒഴിക്കുന്ന വെള്ളം ഇതങ്ങ് വേവുമ്പോഴത്തേന് ഈ ഇത് വെന്ത് വരും. ഇതൊക്കെ ഇതിന്റെയൊക്കെ തൊലി ശകലച്ച് ചെത്താവൂ. വിറ്റാമിൻ ചേർത്ത് ചെത്തി മാംസം എന്ത് പടവലഞ്ഞ ചേർത്തേ ചെത്തരുത്. ഇങ്ങനെ പടവലഞ്ഞ എടുത്ത് കളയേണ്ടെന്ന് മനസ്സിലായോ? മേളിയിരിക്കുന്നത് എടുത്ത് കളഞ്ഞിട്ട് ഇതെല്ലാം എടുത്ത് വൃത്തിയാക്കി തോടൊക്കെ കളഞ്ഞിട്ട് കഴുകിയിട്ട് അരിഞ്ഞിട്ട് കഴുകിക്കൂടാ. കഴുകിയിട്ട് അരിയണം. എല്ലാം നല്ല വൃത്തിയാക്കിയിട്ട് കഴുകിയിട്ട് അരിയണം. ഇത് ചെത്തണം. ചെറുതായിട്ട് കട്ടി കൂടിയ തോല ഇതിൻ്റെ. ഇത് മുറ്റി വരുമ്പോൾ പാറക്കല്ല് പോലുള്ള ഒരു സാധനം. പണ്ട് പുറമൊക്കെ ആൾക്കാർ കൊണ്ട് തേക്കാനായിട്ട് ചവിരി പോലെ കൂട പോലെ ഇത് മുറ്റിക്കഴി. ഇത് മുറ്റുന്നതിന് മുമ്പ് എടുക്കണ്ടത്. ഇതിൻ്റെ അരി ഒന്നും കളയണ്ട. ഇത് ഭയങ്കര വിറ്റാമിനാണ്. ഷുഗറിനൊക്കെ
ഈ ആൾക്കാർ ഇതിന്റെ പേരെന്താ? ചൊരയ്ക്ക. അന്നേരം ഈ അടിച്ചൊക്കെ ജ്യൂസ് പോലൊക്കെ കുടിക്കാം. കുമ്പളങ്ങിയൊക്കെ അടിച്ചു കുടിച്ചാൽ നല്ലതാണ്. അസുഖം ഷുഗറൊക്കെ കൊളസ്ട്രോളൊക്കെ കുറഞ്ഞു കിട്ടും. പിന്നെ വെള്ളരിക്കകത്ത് ഒരുപാട് വിറ്റാമിൻ അടങ്ങിയതാണ്. അതുകൊണ്ട് വെള്ളരിക്ക എല്ലാവരും എന്നും കഴിക്കുന്നത് നല്ലതാണ്. ഇത് മുഖത്തിനും ഒക്കെ നല്ലതാണ്. മത്തങ്ങ സാമ്പാറിൽ ഇടാൻ, സാമ്പാറിൽ ഇട്ടാൽ പയറിനകത്ത് ഞങ്ങളുടെ തോട് ആരും ചെത്തത്തില്ല. അതൊക്കെ തോരൻ വെക്കുന്നതൊക്കെ ആയല്ല. ഞാൻ പിന്നെ തോട് ഇവിടെ ഈ മത്തങ്ങ എന്ത് പോകത്തില്ല? ഇല്ല, മത്തങ്ങയ്ക്കൊക്കെ ഇച്ചിരി ഇതുള്ളത് കഷ്ണത്തിൻ്റെയൊക്കെ വേവേ ഉള്ളു. മത്തങ്ങയ്ക്ക് സത്യത്തിൽ ഒരു മധുരിപ്പ് ഉണ്ടല്ലോ. അത് മധുരം ഉള്ളതും ഉണ്ട്, മധുരം ഇല്ലാത്തതും ഉണ്ട്. അവിയൽ വെക്കുന്ന മത്തങ്ങ ഒരു ചെറിയ പാഷൻ മത്തങ്ങ, അത് അവിയലിനകത്തൊക്കെ ഇടാം. കഷ്ണം നമ്മൾ ഒരു ഓറഞ്ച് കളറല്ല. ഇത് നാടൻ മത്തങ്ങ. സാമ്പാറിന് ഇത്രയും വലുപ്പമുള്ള കഷ്ണം, വലിയ കഷ്ണം വേണം. വലിയ കഷ്ണമായാലേ അത് വെന്ത് വരുമ്പം പാകത്തിന് വേവും. മറ്റേത് ചെറിയ കഷ്ണം അലിഞ്ഞു പോവും, ഒന്നും കാണത്തില്ല, എല്ലാം കൂടെ അങ്ങ് അലിഞ്ഞു പോവും. വെള്ളരിക്ക അതൊരു ദിവസം നമുക്ക് കാണിക്കാം. പച്ചടി വെള്ളരിക്ക, ശകലം തേങ്ങ, പിന്നെ ബീട്രൂട്ടിന്റെ പച്ചടി ഉണ്ടല്ലോ, അത് കാണിച്ചായിരുന്നു. അത് കാണിക്കാം. ഇത്രയും കഴുകണം. ഇതിലും വലുതായിട്ട് അരിയണ്ടേ. ഞാൻ പിന്നെ ഈ പിള്ളേർക്ക് ഒരുപാട് വലുതായിട്ട് അരിഞ്ഞാൽ പിന്നെ പറയും വലുതായിട്ടങ്ങ് അരിഞ്ഞിട്ടെന്നൊക്കെ എന്നോട് പറയും. ഞാൻ പിന്നെ അതനുസരിച്ചുള്ളൊരു വേവിലെടുക്കും. കഷ്ണമായിട്ടെ കിടക്കണം. കുമ്പളങ്ങിയും ഇല്ലാത്തോണ്ടായി ഇപ്പം ഈ വെള്ളരിക്ക ഇതിനകത്തോട്ട് അരിയുന്നത്. കുമ്പളങ്ങി ഇല്ല, കുമ്പളങ്ങി ഇട്ടാൽ മതി. ഞായറാഴ്ച എല്ലാവരും നിൽക്കുമ്പോൾ ഇഡ്ഡലിയുടെ കൂടെയൊക്കെ ഞാൻ കഴിക്കും. ഇത്രയും ഉള്ളു. ഇപ്പം മലക്കറി മേടിക്കാൻ ചെന്നാൽ 100 രൂപയ്ക്കൊന്നും ഒന്നും തരുന്നില്ല അവരാരും. നമ്മൾ വിചാരിക്കുന്ന കഷ്ണങ്ങളൊക്കെ തൂക്കി മേടിക്കണമെങ്കിൽ അതിന് ഓരോന്നിനും ഭയങ്കര വിലയാണ്. ഇപ്പം അത് കഴുകി വൃത്തിയാക്കുമ്പോൾ ഒരു സൗന്ദര്യം കാര്യം. ഇനി ഉള്ളി അരിയണം, സവാള. വിഷമം തോന്നും. ഉള്ളിയൊക്കെ വലുതായിട്ടായിരിക്കും. എന്നിട്ട് തണ്ട് മുളയ്ക്കുന്ന ആ ഭാഗം വരെ എടുത്ത് കളയണം. വലിയ ഉള്ളിയായോണ്ട ഞാൻ ഇങ്ങനെ ചെറുതായി. ചേനയും ഈ സാമ്പാറിൽ ഇടുന്ന ചേമ്പും കിഴങ്ങുണ്ട് ചെറുത്, കൊഴുപ്പിനൊക്കെ വേണ്ടിയിട്ട് ഇടുന്നത്. ഉരുളക്കിഴങ്ങ് അറിയണം. ഒരു വലുതൊരു ചെറുതും മതി. ഇവർക്ക് ഈ ഉരുളക്കിഴങ്ങൊക്കെ വലിയ ഇഷ്ടമാണ്. ഈ പച്ചമുളക് വാങ്ങിക്കൊണ്ട് ഇതൊക്കെ ഇനി കവറിലാക്കണം. തക്കാളി ഒരു 2 മതി. ഇത് ചെത്തിക്കോട്ടെ, ഇതൊക്കെയല്ലേ ചെത്തുന്നത്. എന്ത് കഴിഞ്ഞൊക്കെ ഇട്ടാൽ മതിയാണ്. ഈ ഉരുളക്കിഴങ്ങിൻ്റെ അകത്തൊരു കറയുണ്ടേ, അത് കറക്കും. അന്നേരം ഈ അരിഞ്ഞിട്ടും കൂടെ ഒന്ന് ഇച്ചിരി കഴുകി കളയണം. കിഴങ്ങ് ഇട്ടിട്ട് പിന്നെ പിറ്റേന്നത്തേനെ ചിലർ ഉരുളം കിഴങ്ങ് ഇടത്തില്ല. നീ മാറ്റി വെക്കാം. ഇല്ല, മൂടാ കളയാം. മൂടൊന്നും വേണ്ട.
ഇതിന്റെ ഇതിങ്ങനെ ഈ മാതളവേ സ്റ്റോണൊക്കെ ഉള്ളവർ ഈ മാതളം ഇങ്ങനെ തിന്നൂടെ ഇതിനകത്ത്. അതാ ഈ സ്റ്റോൺ ഉണ്ടാക്കുന്ന തക്കാളിക്കകത്ത്. മനസ്സിലായി? തക്കാളി കൊഴുപ്പ സ്റ്റോൺ വരും എന്നൊക്കെ. അപ്പൊ ഈ സാധനം ഈ സ്റ്റോൺ ഉണ്ടാക്കുന്നത്. സ്റ്റോൺ തക്കാളി കഴിക്കേണ്ടവർക്ക് സ്റ്റോണൊക്കെ വരാതിരിക്കാനും കൊളസ്ട്രോൾ കൊഴുപ്പ് കൂടാതിരിക്കാനൊക്കെ ഇതങ്ങ് എടുത്ത് മാറ്റിയിട്ട് കഴിക്കാം. തക്കാളി അല്ലെങ്കിലും വെന്ത് പോകുന്ന സാധനമാണ്. തക്കാളി അങ്ങ് വെന്ത് അളിയരുത് സാമ്പാറിലൊക്കെ. സാമ്പാർ ഭയങ്കര രുചിയാണ്. ഇപ്പൊ സാമ്പാറിന്റെ എല്ലാ കഷ്ണമായും അപ്പൊ അത് തിളച്ചല്ലോ പരിപ്പ്. അപ്പൊ അതിലോട്ട് ഇടുവോ? ഇപ്പൊ അല്ല, അത് വേവട്ട് പരിപ്പ്. പരിപ്പ് വെന്തോന്ന് ഞാൻ നോക്കാം. കറണ്ട് പോയോടി? ഇതൊക്കെ വെന്ത് എന്നുവെച്ചാൽ വെന്തങ്ങ് കുഴഞ്ഞു പോയി. ഈ ഉള്ളിയും ഇതെല്ലാം കഷ്ണങ്ങളിടാം. ഇടുമ്പഴേ എല്ലാം കൂടെ ഒരു വേവിൻ്റെ കാര്യമേ ഉള്ളൂ. ഇനി കഷ്ണം കൂടെ മുക്കാൽ ഭാഗം വെന്ത് കഴിയുമ്പോഴേ ഇച്ചിരി ഒരു ശകലം കൂടെ വേവാനുള്ളപ്പോൾ നമ്മൾ അരപ്പെല്ലാടെ റെഡിയാക്കി ഇട്ട് ആ അരപ്പും എല്ലാടെ തിളയ്ക്കണം. തക്കാളി ഇതൊന്ന് വെന്ത് വരുമ്പോഴത്തേനൊക്കെ ഇട്ടാൽ മതി. പിന്നെ വെണ്ടയ്ക്കയും അതും ഇല്ല. അതുകൊണ്ട് കഷ്ണം മുക്കാൽ ഭാഗമൊക്കെ വെന്ത് കഴിഞ്ഞിട്ടേ ഇടാവും. അതൊക്കെ അരിഞ്ഞു വെച്ചിട്ടേ ചേനയൊക്കെ ഇട്ടാൽ ഭയങ്കര രുചി കൂടും. സാമ്പാറിനെ ചേനയൊക്കെ ഇട്ട് വെക്കണം. ചില ദിവസങ്ങളിൽ അവർ ചേനയും ഒക്കെ ഇത് തരും. അതുകൊണ്ട് തന്നെ അതൊക്കെ ഒന്ന് കഴുകാം. അതൊക്കെ അങ്ങ് മാറ്റട്ടെ. കാരണം പിന്നെ സാമ്പാർ തിളച്ചിട്ട് വെന്ത് കഴിഞ്ഞാൽ അരപ്പിടുമല്ലോ. കഷ്ണമൊക്കെ വെന്ത് കഴിഞ്ഞില്ലേ അരപ്പിടും. അരപ്പിട്ട് ഒന്ന് തിളച്ച് കഴിഞ്ഞ് വാങ്ങും. പരുവത്തിന് വെള്ളമൊക്കെ ആകുമ്പോഴും. സാമ്പാറിന് കടുക് വറുക്കാനാണല്ലോ. കടുക് വറുക്കണം. മല്ലിപ്പൊടി കുറച്ച് മതി. മല്ലിപ്പൊടിയല്ല, കാരണം അതിനകത്ത് കൊഴുപ്പുണ്ട്. ഒരുപാട് മല്ലിപ്പൊടി ആയാലും കൊള്ളത്തില്ല. ഇത്ര ഉലുവ വേണം. ഉലുവയുടെയൊക്കെ മണം നമിക്കുമ്പോഴേ ടേസ്റ്റ് ഉണ്ടാകും. അതീ മഞ്ഞൾ ചേർത്തിട്ടുണ്ട്. എന്നാലും ഒരു രുചിക്കൂട്ടിന് വേണ്ടി നമ്മൾ മുഖം മിനുക്കി ഇടാം. എരിവ് ഒരുപാട് ഇഡ്ഡലി സാമ്പാറിന് വേണ്ട. ചോറിൻ്റെ സാമ്പാറിൻ്റെ കണക്കല്ല. ചോറിന് സാമ്പാർ വെക്കുവാണെങ്കിൽ അത് തക്കാളി ഇട്ട് കഴിയുമ്പം ഒരു ശകലം പുളിയും കൂടെ ചേർക്കും ചിലർ. ഇവിടെ ഞാൻ പുളി ഇഡ്ഡലിക്ക് ശരി ഇത്ര മുളക് പൊടി മതി. ഇവർക്ക് എരിയൊക്കെ കുറവ്. അടുത്തത് പൊട്ടിച്ചിട്ട് ഇപ്പോൾ ഒഴിച്ച് വെക്കും. ആ കുപ്പിയിൽ ഒഴിച്ച് വെച്ചാൽ മതി. അപ്പോൾ എളുപ്പമുണ്ട്. കുറച്ചേ വീഴത്തോളൂ. ഇത് ഇനിയിപ്പോൾ ഇത് അടുപ്പ് കത്തിക്കുക. ഇതിനകത്ത് വറ്റൽമുളക് ഇട്ട് വെച്ചേക്കുക. അത് നമ്മൾ ആവശ്യത്തിനനുസരിച്ച് വേറെ വാങ്ങി വെച്ചേക്കുക. അതിൽ നിന്ന് ആവശ്യത്തിനനുസരിച്ച് ഇതിലോട്ട് ഇട്ട് വെക്കത്തേ ഉള്ളൂ. ഇനി നമ്മൾ ഇട്ട് വെക്കുന്ന വീഡിയോ എല്ലാം എടുക്കുമോ അമ്മി? ആ അത് ഞാനേ ആവശ്യത്തിനേ ഇട്ട് വെക്കുന്ന കാണിക്കാം. ഇതിലോട്ട് എടുത്തിട്ട് വെക്കും. വേറെ ഇരിപ്പുണ്ട് വറ്റൽമുളക് കടുക് വറുക്കാനേ. അത് മതി. ഒരു 3 എണ്ണം ഇത്രയും മതി കടുക് വറുക്കും. ഒരുപാട് മുളകൊന്നും. കടുക് എല്ലാം പൊട്ടിച്ചിട്ട് ഇട്ട് വെച്ചേക്കുവോ. ഇത് തീരുമ്പോഴേ നമ്മൾ എടുക്കും. നല്ലോണേ. ഇനി അതെല്ലാം ഇവിടെ ചിട്ടയായിട്ടൊക്കെ ആക്കി വെച്ച് തീരും. മതി ഇത്രയാണ്.
ഇതിപ്പോ കറിവേപ്പില ഇവിടുന്ന് പറിച്ചു പറിച്ച് വെച്ചേക്കോ ഇന്നലെ നമ്മുടെ ഇവിടുന്ന് കറിവേപ്പില പറിക്കുന്നതിന്റെ ഒരു വീഡിയോ നമുക്ക് ചെയ്യണം. കറിവേപ്പിലയുടെ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊടുക്കുന്നത്. ഇനി ബാക്കിയൊക്കെ പൊട്ടി ഇത് പറിച്ചതിൻ്റെ അത് പൊട്ടിക്കിളിച്ച് വരുവാണ്. അത് കരിയപ്പലയ്ക്ക് ഒരുമാതിരി കുത്തു 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 വീഴുന്നത് കേടാവുന്നതാണ്. അപ്പൊ നമ്മള് ചാമ്പല് ഇച്ചിരി എടുത്ത് കലക്കിയിട്ടേ അതെല്ലാം കുടഞ്ഞ് അതിൻ്റെ ഉപ്പും കൂടി ഇട്ട് കുടഞ്ഞിട്ട് ആ അണുക്കളെ നശിപ്പിച്ച് കളയണം. അല്ലെങ്കിൽ അത് ഇനിയിപ്പോൾ ഇത് ചൂടായി തോന ഇടണം. അത് ഗ്യാസിനൊക്കെ നല്ലതാണ്. കടുക് തോന ഇട്ട് വറുക്കുന്നത് ഗ്യാസ് കുറഞ്ഞിട്ട്. ഗ്യാസിന് ഈ കടുക് ഇട്ട് പൊട്ടിക്കുന്നത്. കടുക് പൊട്ടാൻ തുടങ്ങുമ്പോൾ ഇത് മുറിച്ചിടണം. സാമ്പാറിനായതുകൊണ്ട് ഇച്ചിരി വലുതായിട്ട് മുറിക്കാം. അങ്ങനെ ഈ മൂട് വെച്ച് മുറിക്കുമ്പോഴേ ഈ അതിൻ്റെ എസൻസ് എല്ലാം കൂടി ഇതിൽ കയറുമ്പോൾ നമ്മൾ കറി കഴിക്കുമ്പോൾ ഇതുപോലുള്ള മുളക് എടുക്കുമ്പോൾ ആ മുളക് ഇങ്ങനെ ഞെവിടി പിഴിഞ്ഞിട്ട് വേണം എടുത്ത് കളയാൻ. കാരണം അതിൻ്റെ രുചിയും എണ്ണയും എല്ലാം കൂടി ഇതിനകത്തോട്ട് കയറിയിരിക്കും. അതും കൂടി ഇട്ട് പുരട്ടുമ്പോഴേ ചോറൊക്കെ തിന്നാൻ രുചി കറിക്ക് ഉണ്ടാവുന്നു. ഇതിപ്പോൾ പൊട്ടും. ചെറുതൊക്കെ രണ്ടായിട്ടം മുറിക്കും. ഇനി കരിയപ്പൽ ഉലുവയൊക്കെ കറിക്കകത്ത് അടി ചേർക്കുന്നത് താഴ്ത്ത് വെച്ചിരിക്കുന്നു അരപ്പിനകത്ത്. അത് എണ്ണ ഇട്ട് കൊടുത്താൽ എണ്ണ ഇതായി പോക്കില്ലയോ കരിഞ്ഞ്. അത് മുഴുവൻ ഒരു ഉലുവ നമ്മൾ മുളക് കറിയൊക്കെ വെക്കുമ്പോഴേ ഇടുന്നത്. ഞാൻ പൊടിച്ച് ഇടുന്നു ചേർക്കുന്നത്. ഈ കാപ്പ് കൊടുത്തിട്ട് കടുവൈ വറുക്കിയൊന്നും വേണ്ട. ഉള്ളിയൊക്കെ മോരിനായിട്ട് കടു വറുക്കണ്ടല്ലോ. ഉള്ളിയൊക്കെ അരിഞ്ഞിട്ട് സ്പൂൺ വെച്ചങ്ങോട്ട് നീക്കി ഇട്ട് ഒന്ന് കട അവർ പൊടിച്ച മെഷീനിൽ വരുന്നേ. എന്നാലും നമ്മൾ സാമ്പാർ പൗഡർ വെച്ചിട്ടല്ല സാമ്പാർ പൊടിയല്ല. അല്ല ഞാൻ ഉപയോഗിക്കത്തില്ല അത്. സാമ്പാർ പൊടി നമ്മൾ നാച്ചുറൽ ആയിട്ടുള്ള ഇത് തിളപ്പിച്ചാറിയ വെള്ളമാണ്. അത് ഒഴിക്കുമ്പോൾ കൊഴുപ്പ് കൂടും. മുളക് കറിയൊക്കെ വെക്കത്തില്ലയോ അതിനെല്ലാം ഇതുപോലെ നമ്മൾ തിളച്ചാറിയ വെള്ളം കറിക്ക് ഏത് കറിക്കും തിളച്ചാറിയ വെള്ളം വെച്ചേക്കണം. അങ്ങനെയാണ് നമ്മൾ നമ്മൾ സാമ്പാർ പൊടി ഉപയോഗിക്കുന്നത്. ഞാൻ പറയാം തേങ്ങാക്കറി വെക്കുകയെന്ന് വെച്ചോ മീൻ കറി അത് തിളച്ചാറിയ വെള്ളം ഒഴിച്ച് കലക്കി മളിക്കത്തുന്ന ചൂട് വെള്ളം അതിന് തിളച്ചാറിയ വെള്ളം ഒഴിക്കണം. സാമ്പാറിന്റെ ഒട്ടിന് ഈ മസാലയൊക്കെ ഒട്ടിൻ്റെ കടുവറുത്തതെല്ലാം ചേർത്തത് ഒഴിക്കും. അതുകൂടെ ഒന്ന് തിളച്ചാൽ മതി. തക്കാളിയൊക്കെ ഇട്ടിട്ട് പാകത്തിന് അത് ഇരുന്നൊന്ന് കുറവും. ഇത് മനസ്സിലായോ? ഇനി അതിൽ നിന്ന് ഒരു സ്വല്പം ഇങ്ങോട്ട് എടുത്ത് ഒരു മണവും എല്ലാം കൂടെ വരിക. ഇനി ഒന്ന് തിളയ്ക്കും. ഇതങ്ങ് കുറവിപ്പോവും. ഇവർക്ക് ഒരുപാട് കുറവുണ്ടാകും. ഈ പ്രാവശ്യം മേടിച്ച പരിപ്പെന്ന് വെച്ചാൽ ഇച്ചിരി കുറുകുന്ന ഇനത്തിലുള്ളതാണ്. മറ്റേത് സാമ്പാറിൻ്റെ അരപ്പ് വെറും പരന്നിരിക്കുക. ഇതിപ്പോൾ അവിടുന്ന് വാങ്ങിച്ചപ്പോൾ ഇനി ഇതങ്ങ് പരുവമാവും. ഇതിൻ്റെ ഒന്ന് തിളച്ച് കഴിയുമ്പോഴത്തേന് തക്കാളി ഒന്ന് വാടി വേവും. അത് വെന്ത തക്കാളി നല്ലൊരു സൗന്ദര്യത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഇട്ടേക്കുക. ഒരുപാട് പുളിയൊന്നും വേണ്ടല്ലോ. ഇതിനി പരിപാടി എന്ന് പറഞ്ഞാൽ അടുത്തത് കുറച്ച് ദോശ ഉണ്ടാക്കണം. ഇതങ്ങ് എടുത്ത് അപ്പുറത്ത് മാറ്റി ദോശയും കൂടെ ഉണ്ടാക്കണം. ചെറിയൊരു തീയാണ്. ഇഡലിയും ദോശ ഇഡലി ഉണ്ടാക്കി വെച്ച് ഇഡലി സ്പോഞ്ച് പോലുള്ള ഇഡലിയാണ്. ദോശയും കൂടെ ഇരിക്കുന്നിടത്ത് അങ്ങ് വെക്കണം സാധനങ്ങൾ എല്ലാം അടുക്കി വെക്കുക. അപ്പോൾ എടുക്കാൻ എളുപ്പം എല്ലാം അതൊന്ന് ചതച്ച് വെച്ച്
ഇത് ദോശയും കൂടെ ചുട്ട് കഴിഞ്ഞ് ഇത് ഇപ്പോഴത്തെ ഇത് തിളച്ച് കഴിഞ്ഞൊന്ന് നോക്കട്ടെ, ഉപ്പിൻ്റെ പരുവം നോക്കാം. ഉപ്പ് ഇട്ടല്ലേ പരിപ്പൊക്കെ വേവിച്ചേ, അപ്പം ഒന്ന് നോക്കാം. എപ്പോഴും കുറച്ച് ഉപ്പേ ഇടാവൂ ആദ്യം, കൂടിക്കഴിഞ്ഞാലേ പച്ചക്കറിയെല്ലാം തിളച്ച് കഴിഞ്ഞിട്ടൊക്കെ ഉപ്പിടാവൂ. ഒരു നുള്ളുപ്പ് കൂടെ വേണം, അതുകൂടെ ഇട്ട് നമുക്കൊന്ന് തിളപ്പിച്ച് ഇത്ര ഉപ്പിൻ്റെയും കൂടെ ആവശ്യമുണ്ട് അതിന്. അപ്പോൾ അത് ശരിയാവും. ഇത് സാമ്പാർ എന്ന് വെച്ചാൽ നമുക്ക് ഇതിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. പിന്നെ ചോറിന് വേണമെങ്കിൽ ശകലം പുളിയും കൂടെ ചേർത്ത് എടുക്കാം. ഇതിപ്പോൾ ഇവിടെ ഇതിന് വേണ്ടിയിട്ട് ഇത് കായം തിളച്ച് കഴിഞ്ഞിട്ടേ തീ ഓഫ് ചെയ്തിട്ട് ഇട്ട് അടച്ച് വെക്കണം. അപ്പോഴത് ഞങ്ങളങ്ങനെ ചെയ്യുന്നത്. എല്ലാവരും അങ്ങനെയാണെന്ന് വെച്ചാൽ എനിക്കറിയില്ല. ഇപ്പോൾ ഈ പൊടിയൊക്കെ മേടിച്ചല്ലേ ഇടുന്നത്, അതൊന്നും എനിക്കിഷ്ടമാണ്. ഈ പൊടിയൊക്കെ സാമ്പാറിന് നമ്മൾ പണ്ടൊന്നും പൊടിയല്ലല്ലോ ഉപയോഗിക്കുന്നത്, ഇങ്ങനെ ഇവിടെയൊക്കെ പൊടിച്ചു കൊണ്ടുവരുന്നതെന്ന് വരും. നമ്മളെ വീടുകളിലൊക്കെ ഇടിച്ച് വറുത്ത് ഇടിച്ച് പൊടിച്ചൊക്കെ ഇല്ലയോ അമ്മമാരൊക്കെ സാമ്പാർ വെച്ചിരുന്നു. ഉരളിലൊക്കെ ഇടിച്ച് മുളകും ഒക്കെ മൂപ്പിച്ച് അത് വെച്ച് നമ്മൾ സാമ്പാറൊക്കെ വെക്കും. ഇന്നത്തെ പിള്ളേർക്കൊന്നും അതൊന്നും അറിയത്തുമില്ല. കടയിൽ നിന്ന് കിട്ടുന്നത് മേടിച്ച് അതിലിടും. പക്ഷെ ഞങ്ങളൊക്കെ നമ്മളെ വീട്ടിൽ ഇതുപോലെ ഒറിജിനലായിട്ട് പൊടിച്ച മുളക് പൊടിയും ഒക്കെ എടുത്ത് നമ്മൾ ഇടണം. ഈ ദോശയും കൂടെ ആയി കഴിഞ്ഞ് ചോറിന് ദോശയും കൂടെ ഉണ്ടാക്കിയ അടുത്ത ചോറിന് വെള്ളം വെച്ച് ഇനി ഉച്ചലത്തെ ഒരു മീൻകറി വെക്കണം. മീൻകറി ഇതൊക്കെ കഴിച്ചിട്ടല്ലേ വെക്കും. നമ്മള് പ്രത്യേക ഒരു വ്ളോഗായിട്ട് ചെയ്യുന്നത്. ചൂടക്കറി ചൂടയാണ്. ആ ചൂട അന്ന് മാങ്ങയിട്ട് വെക്കും നമ്മള് കാണിച്ചായിരുന്നു. അടമാങ്ങ ഇട്ട് ചൂട അന്ന് വെച്ചത് നമ്മള് കാണിച്ചായിരുന്നു വീഡിയോ. ഒത്തിരി പേര് കണ്ടു. ഈ ദോശ ഇവിടട്ടെ ചേക്കുന്നേ ആ കല്ലേല്, അതുകൊണ്ട് വെളിച്ചെണ്ണ മതി. തീ കത്തിക്കാം. പാത്രം കഴുകിയിട്ടാണ് എടുത്ത് വെച്ചത്. ഇത് ഞങ്ങൾ കുറവും. ഇനി ഇത് കായം നമ്മള് പണ്ടൊന്നുമില്ല, അത് കഴുകാൻ കൊണ്ടുപോയെന്ന് തോന്നുന്നു. വേണ്ടേ കായം കണ്ടോ? കായം നമുക്ക് ഇച്ചിരി തോനെ കായം ഇടണം. കായത്തിൻ്റെ ഒരു പ്രൗഢി അത് മണം നിൽക്കണം. അപ്പോഴാണ് ആ സാമ്പാറെന്ന് പറയുന്നത്. മനസ്സിലായോ? ഇത് കയ്യോടെ നമ്മൾ അടച്ച് വെക്കുന്നത്. എന്നിട്ട് ഇതങ്ങ് കലക്കി ചേർത്ത് അടയ്ക്കണം. അടയ്ക്കുമ്പോൾ കായം കട്ടയാവാതെ അതിരിക്കും. പിന്നെ മുറിച്ചിടുന്ന കായമുണ്ട്. ഏത് ബക്കറ്റ്? അതിനെ ഇങ്ങനെ വെച്ചേക്കുന്നത്. ഇനി കല്ല് ദോശ ഞാൻ പിന്നെ വേറൊന്നും ഞാൻ ഉപയോഗിക്കത്തില്ല. ഞാൻ ദോശക്ക് ഇഡലിക്കും കൂടെ നമ്മൾ ഒരു മാവല്ലേ ഉപയോഗിക്കുന്നത്? ദോശയ്ക്കും ഇഡലിക്കും കൂടെ ദോശയ്ക്കുള്ള മാവ് നല്ലോണം അരയ്ക്കും. ഇഡലിയുടെ മാവെന്ന് പറയുന്ന അരി അരയണ്ട. ഉഴുത് നല്ലോണം അരച്ച് മാറ്റും. പച്ചരി പകുതി അരയുന്ന ഇഡലിയുടെ പരുവാകുമ്പോൾ കുറച്ചിങ്ങ് മാറ്റിയിട്ട് ദോശയുടെ മാവിന് നല്ലോണം അരച്ചെടുക്കും. ഇത് ഞാൻ ഇങ്ങനെയുള്ള ഒരു പാത്രത്തിലായി ഇത് ഇങ്ങനെ എടുത്തു വെച്ചേക്കുന്നത്. ഞാൻ ഈ തുണി ഉണ്ടല്ലോ നമ്മൾ അലക്കി എടുത്ത നമ്മൾ ഈ ബാൻഡേജ് അത് മേടിച്ചിട്ടുണ്ട്. അത് മേടിച്ച് വെച്ചിട്ടുണ്ട്. അത് എടുത്ത് കണ്ടിച്ച് അതിനകത്ത് കുറച്ച് ബാൻഡേജ് കട്ടിക്ക് വെച്ചിട്ട് കെട്ടി. അതാ എനിക്കിഷ്ടം. മറ്റേതല്ല പ്ലാസ്റ്റിക്കിന്റെ വാടയും ഒക്കെ. ഇതാകുമ്പോൾ കല്ലേലും നമുക്ക്, ഞങ്ങളൊക്കെ പഴയ ആൾക്കാരാണല്ലേ, അതുകൊണ്ട് ആ രീതികളൊക്കെ തുടരത്തുള്ളൂ. അതേ നിലനിൽക്കത്തുള്ളൂ. കാരണം അതാണ് നമുക്ക് ഇത്. ഉപ്പ് ഒരു ശകലം കൂടി ഇത് ചേർക്കണം. ഞാനിപ്പോൾ ഇച്ചിരി അപ്പോൾ ഇഡലിക്ക് ഒരു ശകലം തരി വേണമല്ലോ. അതിന് വേണമെങ്കിൽ നമ്മളെ സ്റ്റീൻ പുട്ടുപൊടി ഉണ്ടല്ലോ, അതിൻ്റെത് പുട്ടുപൊടിയുള്ള പച്ചരിയുടെ പുട്ടുപൊടി അത് അങ്ങോട്ടെടുത്ത് ശകലം ഒരു നുള്ളു വെള്ളം ഒഴിച്ച് ആദ്യം ഒന്ന് കുഴച്ചൊരു പരുവാക്കിയിട്ട് ഇച്ചിരി കൂടെ തോനെ വെള്ളം ഒഴിച്ചങ്ങ് കൊവരണം. നല്ലോണം അങ്ങ് കൊവുന്നൊരു വെള്ളമയം ഉള്ള സമയത്ത്
ഇഡ്ഡലിക്ക് വേണമെങ്കിൽ ഈ മാവിൽ നിന്ന് കുറച്ചെടുത്തിട്ട് തരിക്ക് വേണ്ടിയിട്ട് അതും കൂടി ഇട്ട് കലക്കി 5 മിനിറ്റ് അങ്ങോട്ട് വെച്ചിട്ട് ചുടുവാണെങ്കിൽ സ്പോഞ്ച് പോലുള്ള ഇഡ്ഡലി കിട്ടും. പിന്നെ ഇഡ്ഡലി മാവിൽ തന്നെ ഇഡ്ഡലി ഉണ്ടാക്കാം. അല്ല ഈ പുട്ടുപൊടിക്കകത്ത് പുട്ടുപൊടി നമ്മൾ തലേന്ന് എടുത്ത് കൊവുത്ത് നല്ല വൃത്തിയായിട്ട് ഉപ്പൊക്കെ ചേർത്ത് കൊവുത്ത് നല്ല തോനെ വെള്ളം ഒഴിക്കണം. കൊവുത്തിട്ട് ഫ്രിഡ്ജിനകത്ത് എടുത്ത് വെച്ചേക്കണം. അന്നേരം അത് കൊവുന്നിരിക്കും. ഇത് ഉഴുന്ന അത് നമുക്ക് ഒരു ദിവസം വീഡിയോ ആയിട്ട് ചെയ്ത് കാണിക്കാം. അപ്പൊ അത് വെറൈറ്റിയാണ്. ഉഴുന്നേ നമ്മൾ അരയ്ക്കണം. അരച്ച് മാറ്റി വെളിയിൽ വെക്കണം. മറ്റേതെടുത്ത് ഒരു അരമണിക്കൂർ 30 മണിക്കൂറിന് മുമ്പ് എടുത്ത് കലക്കണം. രണ്ടും കൂടെ ചേർത്ത് നമുക്ക് അത് വീഡിയോ ആയിട്ട് കാണിക്കാം. അന്നേരം അവർക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഇപ്പം ഇത് ദോശ ശരിയാക്കി വേണം. ദോശയുടെ കല്ല് നമ്മൾ കുറേ ചുട്ട് കഴിയുമ്പോൾ ഒരുമാതിരി പുക പോലൊക്കെ വരുമ്പോഴത്തേന് എന്തോ ചെയ്യണം, ചെറുതാക്കി വെച്ചിട്ട് കുറച്ച് പച്ചവെള്ളം മുക്കിയ തുണി ഉണ്ടല്ലോ, തുണിയിൽ പച്ചവെള്ളത്തിൽ വെച്ചേക്കണം കട്ടിക്ക്. ആ തുണി വെച്ച് ആ പച്ചവെള്ളം കൂടെ വെച്ച് ഇങ്ങനെ കല്ലങ്ങ് തണുപ്പിക്കണം. അപ്പൊ കല്ല് കരിഞ്ഞും പോത്തില്ല, ദോശയും കരിയും. ഇപ്പൊ നമ്മൾ ദോശ കല്ല് നല്ലോണം അങ്ങ് ചൂടായായിരുന്നു. അത് ഈ മാടുമ്പോ ദോശ കുത്തു ഒന്ന് മാടുമല്ലോ 4 ഭാഗം. ഇതെനിക്കുള്ള വീട്ടിലെ പഴയ കല്ല, മമ്മിയുടെ വീട്ടിലെയാണ്. അത് ഇതുവരെ ഇത്രയും വർഷങ്ങളായി. എൻ്റെ ഹസ്ബൻഡിന്റെ വീട്ടിലെ ഉള്ള കല്ല് അച്ഛൻ്റെ വീട്ടിലല്ലേ? അത് ഞാൻ അന്ന് തൊട്ട് ഇപ്പൊ വരെ ഇങ്ങനെ ഇരിക്കുക. ഇപ്പോഴുള്ള കല്ലൊന്നും ഇങ്ങനെ ഇരിക്കത്തില്ല. മമ്മി ഇടയ്ക്ക് വാങ്ങിയായിരുന്നല്ലോ. അതൊക്കെ നോൺ സ്റ്റിക്ക് ഒന്നും എനിക്ക് ഇഷ്ടമല്ല. അതിനകത്തുള്ള കെമിക്കലും ഇതുമെല്ലാം ഉള്ളിൽ പോയി ക്യാൻസറൊക്കെ വരുമെന്നാണ് പറയുന്നത്. കണ്ടോ വാടുമ്പോഴേ ഇനി നല്ല കല്ല് കിട്ടുമ്പോൾ ഒരെണ്ണം കൂടെ വാങ്ങണം എന്ന് വിചാരിച്ചിരിക്കുക. നമ്മൾ നമ്മള് വേറെ ടൈപ്പ് മേടിച്ചായിരുന്നല്ലോ, ഒരു വലിയ മോഡല് ചപ്പാത്തി ഒക്കെ ഉണ്ടായിരുന്നു. അത് ചപ്പാത്തി ഒറോട്ടിയൊക്കെ അത് ചുട്ടെടുക്കാം. അത് കല്ലല്ല, ഇരുമ്പിന്റെ ചട്ടിയാ അത്. നമ്മളിത് രാമേന്ദ്രന്ന് 2-3 മേടിച്ച് അതിന്റെ ഭംഗിയും ഈ മയിലിൻ്റെയൊക്കെ, എനിക്ക് മയിലിനെ ഭയങ്കര ഇഷ്ടമാണ്. മയിലിൻ്റെ ഏത് ഇത് കണ്ടാലും, സാരി കണ്ടാലും, പാത്രം കണ്ടാലും, ഉടുപ്പ് കണ്ടാലും ഒക്കെ ഞാൻ വാങ്ങും. മമ്മിയുടെ സാരിയുടെ കളക്ഷൻസ് ഒക്കെ നമുക്കൊന്ന് കാണിക്കണം. എനിക്കുണ്ട് മയിലിൻ്റെ ഒക്കെ സാരി. ദോശയ്ക്ക് ചുടുമ്പോഴത്തേനേ തീ കൂട്ടിയും കുറച്ചും കൊടുക്കണം, അല്ലെങ്കിൽ ദോശയൊക്കെ ഒരുമാതിരിയാണ്. നമ്മൾ കടയക്കാരൊന്നും അല്ലല്ലോ. അതുകൊണ്ട് നമ്മുടെ വീട്ടിലൊക്കെ ചുടുമ്പോൾ ഞാൻ അങ്ങനെയൊക്കെ ചെയ്തെടുക്കും. ചിലപ്പോൾ തീ കൂടിപ്പോയി കഴിഞ്ഞാൽ ഒരുമാതിരി ഇരിക്കും. തീ ഇച്ചിരി കൂട്ടി വെക്കും. ഉഴുന്ന് നമ്മൾ കൂട്ടി എടുത്ത് കൊടുക്കുമ്പോഴത്തേന് നല്ല സ്പോഞ്ച് ദോശയാണ്. ഒരു മായവും ചേർക്കാത്ത ദോശയാണത്. മനസ്സിലായോ? രാവിലത്തെ ഇവിടെ കഴിഞ്ഞ് ഇനി ഉച്ച മുതലുള്ളത് ഈവനിങ് ബ്ലോഗിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. പിന്നെ ഈവനിങ് ബ്ലോഗിൽ അനിയത്തിമാരുടെ ഇന്നത്തെ സൺഡേസിലെ ആക്ടിവിറ്റീസും എല്ലാം ഉൾപ്പെടുത്തും അല്ലേ? ടാറ്റ. ടാറ്റ.